ഹലോ ഗെയ്സ്, നമ്മൾ നിൽക്കുന്നത് നമ്മുടെ അക്വേഴ്സ് ഇൻഫോണോൻ്റെ പാക്ക് ഓപ്പണിംഗ് വീഡിയോ ആയിട്ടാണ്. സോറി, സെക്കൻഡ് പാർട്ടാണ്, വേറെ കാര്യമായിട്ടൊന്നുമില്ല. ഓക്കെ, നമ്മൾ OBR കുറച്ചിട്ടുണ്ട്. ഓക്കെ, അത്യാവശ്യം നല്ല ജെംസ് ഉണ്ട്. നമുക്ക് നോക്കാം. കഴിഞ്ഞ വീക്കിൽ നല്ലൊരു വീക്കായിരുന്നു ഗെയ്സ് കാര്യം. ഓക്കെ, വാൻഡസാർ, യുസേബിയോ, തിയോ ഹെർണാണ്ടസ് ഉണ്ട്. സോക്രട്ടസിൻ്റെയും വാൻ പേഴ്സിൻ്റെ ഒക്കെ കാർഡ് ഇരിപ്പുണ്ട്. ഓക്കെ, ആരും കിട്ടുമെന്നുള്ള പ്രതീക്ഷയൊന്നുമില്ല. കാരണം ഓൾറെഡി നമുക്ക് കഴിഞ്ഞ വീക്കിൽ ഹസാഡിനെ തന്നു, 108 മറ്റേ ഫ്രാൻസിസ് ഇഡിയം മെയ്റ്റൂറ്റീനെ തന്നു. അങ്ങനെ തന്നെയാണ് തോന്നുന്നു പുള്ളിയുടെ പേര്. ഓക്കെ, അതുകൊണ്ട് വലിയ പ്രതീക്ഷയൊന്നുമില്ല. കാരണം നമുക്ക് ഒരു വീക്ക് നല്ലത് തന്നാൽ ഒരു വീക്ക് മോശമേ തരുള്ളൂ. ഓക്കെ, നമുക്ക് നോക്കാം. പ്രതീക്ഷകളൊന്നും വയ്ക്കുന്നില്ല. ഫ്രാൻസ് സ്ട്രൈക്കറാണോ? തുറാമാണോ? എവിടെ ആരാണാവോ? 104 പ്ലെയറാണ് ഈ. 105 തരായിരുന്നു കാര്യം. 30 ഷാർഡ് വെറുത്തായാണ്. ഓക്കെ, നമുക്കെന്തായാലും ഇനി കുറച്ച് അൺലിമിറ്റഡ് ബണ്ടിൽസ് കൂടി ഓപ്പൺ ചെയ്യാം. 2 ഓപ്പൺ ചെയ്യാം. 2 ഓപ്പൺ ചെയ്തിട്ട് നല്ല ലക്ക് ഉണ്ടെങ്കിൽ 3 കൂടി ഓപ്പൺ ചെയ്യും ഗൈസ്. ഓക്കെ, നമുക്ക് നോക്കാം. ഇത് എനിവേസ് നമുക്ക് കോയിൻസും ഉണ്ട്. ഓക്കെ, കോയിൻസ് വെച്ചിട്ടും ആക്കാം. സ്വിറ്റ്സർലാൻഡാണ്. ഇതാരാണ് അറിയില്ല, നോക്കാം. ഓക്കെ, 102 പ്ലെയർ തന്നെയാണ്. 10 ഷാർഡ്. ഓക്കെ, അടുത്ത ഒരു W ആണെങ്കിൽ ഹാപ്പിയാണ്, ഇല്ലെങ്കിൽ ഹാപ്പി എന്നല്ല ഗൈസ്. നമുക്ക് നോക്കാം. എന്തായാലും ഒരു W പ്ലെയർ ആയാൽ മതിയായിരുന്നു. ഓക്കെ, ആരാണാവോ? ബ്രസീലുണ്ടോ? ഓക്കെ, ജർമ്മനിയാണ് സ്ട്രൈക്കർ. ഗൈസ് പറ്റിച്ചിട്ടുണ്ട്. എന്തായാലും 103 പ്ലെയറാണ് ഗൈസ്. ഓക്കെ, സോ നമുക്കിനി കോയിൻസ് ഇരിപ്പുണ്ട്. കോയിൻസ് വെച്ച് കുറച്ച് 80 മില്യൻ്റെയും 22 മില്യൻ്റെ സാധ്യത കുറവാണ്, എന്നാലും 80 മില്യൻ്റെ ചെയ്യാം. ഓക്കെ, നെതർലൻഡ് ഗോൾ കീപ്പർ സീഡിയം അങ്ങനെ സ്ട്രൈക്കറായിരുന്നെങ്കിൽ വാൻ പേഴ്സി എന്നൊക്കെ പറയായിരുന്നു. 104 പ്ലെയറാണ്. ഓക്കെ, ഇനിയൊരു 2 കൂടി ഓപ്പൺ ചെയ്യാം ഗൈസ്. ഇതല്ല, ഇനി 2. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, വീണ്ടും നെതർലൻഡാണ്. സെൻറ്റർ മിഡ് ഇപ്രാവശ്യം വെറൈറ്റിക്ക് പൊസിഷനെ മാറ്റി പിടിച്ചതേ ഉള്ളൂ. 106 പ്ലെയറാണ്. ഓക്കെ, 60 ഷാർഡ് വെറുത്തായിട്ടുണ്ട്. ഓക്കെ, 1 കൂടി ഓപ്പൺ ചെയ്യാം. ഒരു 60 ഷാർഡ് വെറുത്തായിട്ടുള്ള ഒരു പ്ലെയറും കൂടി തന്നാൽ ഹാപ്പിയാണ്. ഓക്കെ, ഫ്രാൻസ് തന്നെയാണ് സ്ട്രൈക്കർ. എഗെയിൻ 104 പ്ലിയർ. ഓക്കെ, 80 മില്യൻ്റെ കൂടി ഓപ്പൺ ചെയ്യാൻ കേസ്. 106 അല്ലെങ്കിൽ 107 തന്നാൽ ഹാപ്പിയാണ് കാര്യം. ഓക്കെ, അർജൻറ്റീന റൈറ്റിംഗ് ഒന്നും കിട്ടിയ കാര്യം. മറഡോണ കഴിഞ്ഞ വീക്കായിരുന്നു. ഇത് മറ്റേ റെയിലോട്ട് വന്ന മറ്റേ പുള്ളി മസ്റ്റാ ടുവോനോ പുള്ളിയാണ് കേസ് ഇപ്പോൾ റെയിലോട്ട് വന്നേക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. 101 ഒരെണ്ണം നോക്കാം കേസ്. ആക്ച്വലി ഇവർക്ക് 102 ആയിരുന്നു കാര്യം. കാര്യമൊന്നുമില്ല, ഒരാവശ്യമില്ലായിരുന്നു, വെറുതെ കോയിൻ പോയി. നമുക്കിനി എക്സ്ചേഞ്ച് അടിക്കാം ഗൈസ്. മൊത്തം എത്ര ഷാർട്സ് കിട്ടിയെന്ന് നോക്കാം. കറൻറ്റ്ലി 700 ഷാർട്സ് ഉണ്ട്. നിങ്ങൾക്ക് എത്ര ഷാർട്സ് ഉണ്ടെന്ന് ഗൈസ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. ഈ വീക്ക് 4 കിട്ടിയെന്ന് കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മൾ തൽക്കാലത്തേക്ക് ചെങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യുന്നില്ല. നോക്കാം ഗൈസ്. 170 ഷാർട്സ് ഉണ്ട്, മൊത്തം 870. ഓക്കെ, ആദ്യം നമ്മളെ ചാനൽ കാണുമെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് കൂടി ചെയ്തേക്കാം. ഓക്കെ, മാറ്റ്യൂഡി എന്നാണ്. ഓക്കെ, നമ്മളെ സെക്കൻഡ് അക്കൗണ്ട് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ജസ്റ്റ് ഒന്ന് OBR കുറച്ചിട്ടുണ്ട്. പാക്കിൻ്റെ ലക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണോ? ലക്ക് കിട്ടാൻ വേണ്ടി OBR കുറയ്ക്കുന്നവരുണ്ട്. സോ നമുക്ക് നോക്കാം ഇതിനകത്ത് നിന്ന് ആരെയും കിട്ടുന്നതെന്ന്. ഓക്കെ, സെക്കൻഡ് അക്കൗണ്ടാണ്. അത്യാവശ്യം ലക്ക് ഉണ്ടായാൽ മതിയായിരുന്നു. മെയിൻ അക്കൗണ്ടിലും ഒന്നും തന്നില്ല. ഇതിനകത്ത് എന്തായാലും തരണം, കാരണം എല്ലാ ഗെയിംസും തീർക്കും നമ്മൾ. ഓക്കെ, സെർബിയ മറ്റേ പുള്ളി, ആ പുള്ളിയാണോ? ഐക്കോണോ? അല്ലെങ്കിൽ ഐക്കോണാണോ ഹീറോ ആണോ? മറ്റേ ഹാംസിക് ഷോ. ഓക്കെ, 105 പ്ലെയറാണ്. 30 ഷാർട്സ് പുറത്തായിട്ടുള്ള ഒരു പ്ലെയർ. ഓക്കെ, നല്ലത് തന്നെയാണ്, വലിയ കാര്യമായിട്ടൊന്നും ഇല്ലെങ്കിലും. ഓക്കെ, ഇതെന്തായാലും ഒരു 4 അല്ല 3 ഓപ്പണിങ് ആയില്ലേ. എനിക്ക് 3K ജെമ്മിൻ്റെ വാക്സിനാണ് 108 കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതിനകത്തൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. ഓക്കെ, അയർലൻഡാണോ തോന്നുന്നു.
സെൽറ്റിക് ഇടയാണ് ഗൈസ്, ഇട 103 പ്ലെയർ ആയിരുന്നു. ഓക്കെ, നമുക്ക് നോക്കാം ഇനി കിട്ടുന്ന ആരെ കിട്ടുന്നതെന്ന് നോക്കാം. വോക്കൗട്ട് കുഴപ്പമില്ല ഗൈസ്, വോക്കൗട്ട് കിട്ടില്ല, വോക്കൗട്ട് തന്നെയല്ലേ. വൈറ്റ് ബാക്ക് ഈ മറ്റേ ജെയിംസിൻ്റെ കാർഡൊക്കെ വരുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. പീസേ ജെയിംസിൻ്റെ കാർഡൊക്കെ അത് നല്ല കാര്യമായിരുന്നു. മേ ബി വരാൻ ചാൻസ് ഉണ്ട്. പാമർ ചെൽസിയിൽ നിന്ന് ഇനിയിപ്പോൾ പാമറും അതുപോലെ തന്നെ റീസേ ജെയിംസ് അവരൊക്കെ കൊണ്ടുവരുമായിരിക്കും. മേ ബി ഉറപ്പൊന്നുമില്ല. ലാംബാർഡിനെ കൊണ്ടുവരാൻ ചാൻസ് ഒന്നുമില്ല. ഓക്കെ, ഓൾറെഡി മറ്റേ സോങ്ക്രാനി വന്നായിരുന്നു. ഓക്കെ, ജർമ്മനി സെൻട്രൽ മിഡാണ്. FC യൂണിയൻ അറിയില്ല കേസ് ഇതാരാണ്. 103 വളരാണ്. ഓക്കെ, കുറച്ചുകൂടി ജെംസൊക്കെ ഉണ്ട്. നമ്മളിന്നലെ അൺലിമിറ്റഡ് ബണ്ടിൽ ഓപ്പൺ ചെയ്യുന്നില്ല. ഒരു വെറൈറ്റി കീസ് ഇത് ഓപ്പൺ ചെയ്യാം കേസ്. എന്താ കിട്ടുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ആകാംക്ഷയ്ക്കാണ് ഓപ്പൺ ചെയ്യുന്നത്. അൺറീഡബിൾ തന്നെയാണ്. ഓക്കെ, കാര്യമായിട്ടൊന്നുമില്ല. നമുക്ക് നോക്കാം. പോർച്ചുഗലാണ് സെൻറ്റർ ബാക്ക്. ഓക്കെ, സ്പോർട്ടിങ് ഇതാരാണ്. 103 പ്ലെയറാണ് ഗൈസ്, ക്വരസ്മ. പോർച്ചുഗലിൽ വേറെയും ക്വരസ്മ ഉണ്ടായിരുന്നു, കുറേ ആൾക്കൊക്കെ അറിയാം. ഓക്കെ, സോ കുറേ കാലത്തിന് ശേഷം നമ്മൾ തേർഡ് അക്കൗണ്ട് വന്നിട്ടുണ്ട്. ആൻഡ് തേർഡ് അക്കൗണ്ടിൽ കാര്യമായിട്ടൊന്നുമില്ല. കഴിഞ്ഞ വീഡിയോയിൽ തേർഡ് അക്കൗണ്ടിൽ കയറിയതെന്ന് സംശയമുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം ഗൈസ് ആരായിരിക്കും. പിക്ക് ജെമ്മിൻ്റെ ബാക്കിൽ ഇത് ഏതാണ് രാജ്യം എനിക്കറിയില്ല. എന്നാൽ ആഫ്രിക്കയിലുള്ള രാജ്യമാണ്. അയാക്സിലുള്ള ആരാണ്. ട്രയോറെ. 104 പ്ലെയറാണ്. ബേസ് പ്ലെയറെ തന്നെയാണല്ലോ, കുറച്ച് ബെറ്ററാക്കായിരുന്നു ഈ. ഓക്കെ, എനിക്ക് എന്തായാലും ആരെ കിട്ടിയെന്നുള്ളതെന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. ഓക്കെ, ഷാർട്സും കൂടി ലാസ്റ്റ് പാക്കായിരിക്കും മേ ബി ഇത്. ഓക്കെ, ജർമ്മനി സെൻട്രൽ വീണ്ടും മറ്റേ FC യൂണിയനിലെ പ്ലെയർ 103. ഓക്കെ, ഓവറോൾ കുഴപ്പമില്ല.